നിങ്ങൾക്കറിയാമോ, നാം ഉണ്ടുറങ്ങുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും ഭാവിക്കായി പടുത്തുയർത്തുന്നതുമെല്ലാം ഒരു വലിയ ജലബോംബിന് താഴെയാണെന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിലെ 4 ജില്ലകളെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചുമാറ്റി അറബിക്കടലിൽ തള്ളാൻ തക്ക ശേഷിയുള്ള ആ ജലബോംബിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളം ഒരു വലിയ മഹാദുരന്തത്തിൻ്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് നാം ഇക്കാര്യം പറയുക? ഒരു പുലരിയിൽ കേരളത്തിലെ 4 ജില്ലകളെ ജലബോംബെടുത്ത് അറബിക്കടലിൽ തള്ളിയെന്ന വാർത്ത ലോകം കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ ജലബോംബിലേക്ക് തന്നെ പോകാം. അതെ, മുല്ലപ്പെരിയാർ, അഥവാ മലയാളികളുടെ മണ്ണും പ്രാണനും കവർന്നെടുക്കാൻ ശേഷിയുള്ള ഡാമിൻ്റെ കഥ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. തെക്കേ ഇന്ത്യയിൽ മദ്രാസ് കേന്ദ്രീകരിച്ച് വെള്ളക്കാരൻ്റെ ഭരണം തകൃതിയായി നടക്കുന്നു. തമിഴ്നാട്ടിലെ രാമാനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പ പിള്ള തൻ്റെ രാജ്യത്തെ വരൾച്ചയ്ക്ക് പരിഹാരം കാണാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. 1789 മുതിരുള്ളപ്പ പിള്ള പെരിയാറിലെ വെള്ളം വൈഗാ നദിയിൽ എത്തിക്കാനുള്ള ആദ്യ കൂടിയാലോചനകൾ നടത്തുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നു. എന്നാൽ സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചതുമൂലം പദ്ധതി ആദ്യം നടപ്പായില്ല. യുദ്ധം തോറ്റ സേതുപതി താമസിക്കാതെ സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദ്രാശി പ്രസിഡൻസിയുടെ കീഴിലുമായി. അക്കാലത്ത് മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെയും ഏറ്റവുമധികം അലട്ടിയിരുന്ന പ്രശ്നങ്ങളിലൊന്നായിരുന്നു തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം. അതേസമയം തിരുവിതാംകൂറിലെ പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്ന സമൃദ്ധമായ മഴയെ തുടർന്ന് നദി കരകവിഞ്ഞൊഴുകി പ്രളയമുണ്ടാകുന്നത് നിത്യ സംഭവമായി മാറി. ഈ പ്രശ്നത്തിന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ പരിഹാരമായിരുന്നു പെരിയാറിലെ ജലത്തെ ഡാം കെട്ടിത്തടഞ്ഞ് ആ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗാ നദിയിൽ എത്തിക്കുക എന്നത്. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മദ്രാസിലെ ബ്രിട്ടീഷ് ഭരണകൂടം ജെയിംസ് കാഡ്വെല്ലിനെ നിയോഗിക്കുന്നു. പശ്ചിമഘട്ടത്തെക്കുറിച്ച് കാഡ്വെല്ലിനുള്ള അറിവാണ് തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന പെരിയാറിലെ വെള്ളം മല തുരന്ന് മധുരയിലെത്തിക്കാനുള്ള പദ്ധതി പഠിക്കാൻ അദ്ദേഹത്തെ ഭരണകൂടം നിയമിക്കാൻ കാരണമായത്. എന്നാൽ ഇതത്ര എളുപ്പമല്ലെന്നും പദ്ധതി അസാധ്യമാണെന്നുമായിരുന്നു ജെയിംസ് കാഡ്വെല്ലിൻ്റെ നിഗമനം. എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. ക്യാപ്റ്റൻ ഫേബറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ സാധ്യതാ പഠനത്തിനായി സർക്കാർ നിയോഗിച്ചു. ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1850 വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയ ഒരു അണക്കെട്ടിന്റെ പണികൾ തുടങ്ങി. ചിന്നമോളിയാർ എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റി വിടാനായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി അധികനാൾ മുന്നോട്ട് പോയില്ല. 1867 മേജർ റീവ്സ് മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു. പെരിയാറിൽ 162 അടി ഉയരമുള്ള അണകെട്ടി ചാലുകൾ വഴി വൈഗാ നദിയുടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളമെത്തിക്കാനായിരുന്നു ഈ പദ്ധതി നിർദ്ദേശിച്ചത്. എന്നാൽ നിർമ്മാണ വേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞു വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അന്നത്തെ ചീഫ് എഞ്ചിനീയറായിരുന്ന ജനറൽ വാക്കർ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതിയും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് തുടരാനായില്ല. 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെനികുക്ക്, ആർ സ്മിത്ത് എന്നിവരോട് മദ്രാസ് ഭരണകൂടം ഒരു നിർദ്ദേശം വയ്ക്കുന്നു. പശ്ചിമഘട്ടത്തിന് ഇരുവശത്തുമുള്ള പ്രദേശങ്ങളിലെ പ്രശ്നം വെള്ളമാണ്. മലമടക്കുകൾക്കിപ്പുറം നിറഞ്ഞൊഴുകുന്ന പെരിയാറിലെ ജലം മധുരയിലെ വൈഗാ നദിയെ സമ്പന്നമാക്കണം. അതുവരെ ഇത് സംബന്ധിച്ച് നടത്തിയ എല്ലാ പഠനങ്ങളും വിലയിരുത്തലുകളും പഠിച്ച് സാധ്യമായൊരു പദ്ധതി തയ്യാറാക്കണം. അങ്ങനെ പെനികുക്ക് ഒരു പദ്ധതി തയ്യാറാക്കി. തിരുവിതാംകൂറിലെ പെരിയാറിന് കുറുകെ 155 അടി ഉയരമുള്ള അണക്കെട്ട്. താഴെ 111.75 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ച് പണിയാം. 53 ലക്ഷം രൂപയായിരുന്നു അണക്കെട്ടിന് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നും പെനികുക്ക് വിലയിരുത്തി. ഈ പദ്ധതി അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ നിർമ്മാണ നിർദ്ദേശം നൽകി. തിരുവിതാംകൂറിലെ പീരുമേട് താലൂക്കിൽ കുമളിക്കടുത്താണ് അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ അണക്കെട്ട് പണിത് വെള്ളം മധുരയിലേക്ക് ഒഴുക്കാനാകും. പദ്ധതിക്ക് മദ്രാസ് ഭരണകൂടം അനുമതി നൽകി. പെരിയാറിൽ അണക്കെട്ട് പണിയണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെ സമ്മതം ആവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി. ഒരു കരാറിൽ ഏർപ്പെടാൻ ആദ്യം അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ അതും സാധിച്ചെടുത്തു. 1886 മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ള ഉടമ്പടിയിൽ വിശാഖം തിരുനാൾ ഒപ്പുവെച്ചു. എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ മാർത്താണ്ഡവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് നിർമ്മാണം ആരംഭിച്ചു. ബ്രിട്ടീഷ് സേനയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്നാണ് അണക്കെട്ട് നിർമ്മാണം. മദ്രാശി ഗവർണർ കന്നിമാര പ്രഭുവാണ് മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തേക്കടിയിൽ സൂപ്പർവൈസർമാർക്കും തൊഴിലാളികൾക്കും തങ്ങാനുള്ള ക്യാമ്പുകളും ഉണ്ടാക്കി. കൂറ്റൻ മരങ്ങൾ മുറിക്കുന്നത് തന്നെ ഭഗീരഥ പ്രയത്നമായിരുന്നു.
രാമനാഥപുരത്തു നിന്നാണ് തൊഴിലാളികൾ ആദ്യമെത്തിയത്. ദിവസം 6 അണയായിരുന്നു കൂലി. എന്നാൽ മലമ്പനിയും മറ്റും ഭീഷണി ഉയർത്തിയപ്പോൾ കമ്പം, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരേണ്ടി വന്നു. കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആശാരിമാരും ഗുജറാത്തിലെ കച്ച്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് കുമ്മായം തേപ്പുകാരെയും കൊണ്ടുവന്നു. അണക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്തെ പാറ തുരക്കുന്നതിനായി കൈകൊണ്ട് തുരക്കുന്ന തിരുപ്പുളി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിയെങ്കിലും സമയം കൂടുതൽ എടുക്കുന്നതിനാൽ യന്ത്രവൽകൃത കടച്ചിൽ ഉപകരണങ്ങൾ താമസിക്കാതെ ഉപയോഗിച്ചു തുടങ്ങി. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുർക്കിയും മോർട്ടാറും ഉപയോഗിച്ചാണ് അണക്കെട്ട് കെട്ടിപ്പൊക്കിയത്. അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശത്ത് റോഡ്, ജലമാർഗം, റെയിൽവേ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചത്. താൽക്കാലിക അണക്കെട്ട് 2 പ്രാവശ്യം മഴവെള്ളത്തിൽ തകർന്നു. അതോടൊപ്പം തൊഴിലാളികളും ഒലിച്ചുപോയി. ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 5000-ഓളം ആളുകൾ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി വിവിധ കാലയളവിൽ അവിടെ ജോലി ചെയ്തിരുന്നു. അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വൈഗാ നദിയിലേക്ക് വെള്ളമൊഴുക്കാനായി ഏതാണ്ട് 5704 അടി നീളം വരുന്ന തുരങ്കവും നിർമ്മിച്ചു. അതും പൂർണ്ണമായും ചുണ്ണാമ്പ് കൊണ്ടു. അണക്കെട്ട് പൂർത്തിയായതോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു. വെള്ളം വൈഗയിലേക്ക് ഒഴുകിത്തുടങ്ങി. 1995-ൽ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. 81,30,000 രൂപയായിരുന്നു ആകെ ചെലവ്. ഈ ഡാമിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് ഡാം സ്ട്രക്ചറിലല്ല എന്നതാണ്. ഡാമിൽ നിന്ന് അല്പം മാറിയാണ് സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത്. ആകെ 13 ഷട്ടറുകളാണ് നിലവിലുള്ളത്. 8000 ക്യുമെക്സിലധികം വെള്ളത്തെ കൈകാര്യം ചെയ്യാൻ ഈ സ്പിൽവേക്ക് കഴിയും. മുല്ലപ്പെരിയാറിലെ ജലം കൊണ്ട് കൃഷിയും ജീവിതവും തിരിച്ചുപിടിച്ച തമിഴ് ജനതയുടെ മനസ്സിലും വീടിന്റെ ചുമരുകളിലും അങ്ങനെ ദൈവങ്ങൾക്കൊപ്പം ജോൺ പെനീക്വിക്കും ഇടം നേടി. തമിഴ്നാട്ടിൽ ജോൺ പെനീക്വിക്കിന് സ്മാരകമുയർന്നു. പക്ഷേ കാലങ്ങൾക്കിപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാലനാകാൻ ശേഷിയുള്ള ഒരു ജലബോംബാണ് ജോൺ പെനീക്വിക്ക് പണിതുയർത്തിയിരിക്കുന്നത് എന്ന് അന്ന് ആരും അറിഞ്ഞില്ല. 1886 ഒക്ടോബർ 29-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കപ്പെട്ടത്. തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ വിരാമ അയ്യങ്കാരും മദ്രാശിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒരു അണക്കെട്ടിന്റെ കാലാവധിയായി സാധാരണ കണക്കാക്കുന്നത് 60 വർഷമാണ്. എന്നാൽ 1895-ൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാകട്ടെ 999 വർഷത്തേക്കും. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടത്തിനായി നൽകിയിരിക്കുന്നത്. 999 വർഷത്തേക്കാണ് കരാർ. മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും. പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും എന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തു. ഡാമിന്റെ കാലപ്പഴക്കവും ബലക്ഷയവുമാണ് കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. നിലവിലെ ഡാമിന് പകരം പുതിയ ഡാം പണിയണം എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 129 വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ച ഒരു ഡാം പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴയും പ്രളയവും ഒക്കെ കാരണം തകരുമോ എന്നതാണ് കേരളത്തിന്റെ ആശങ്കയെങ്കിൽ തമിഴ്നാടിന്റെ പ്രശ്നം വെള്ളമാണ്. പുതിയ ഡാം പണിതാൽ തങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്ന് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഭയക്കുന്നു. അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ തർക്കം സുപ്രീം കോടതി വരെ നീണ്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നാണ് കേരളത്തിന്റെ വാദം. എന്നാൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം. പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രയാവുന്നതിന് മുമ്പ് നിലവിൽ വന്നതാണെന്നും സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് സർക്കാരും നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേവ റദ്ദായെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നുവെങ്കിലും അതെല്ലാം വനരോധനങ്ങളായി മാറി. ഇന്ത്യ സ്വതന്ത്രയായതു മുതൽ തന്നെ കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു. 1958 നവംബർ 9-ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്തി. അന്ന് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഉചിതമായൊരു തീരുമാനമെടുക്കാൻ EMS മന്ത്രിസഭയ്ക്ക് കഴിയാതെ പോയി. 1970 മെയ് 29-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോനുമായി തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 1886-ലെ പാട്ടക്കരാർ പുതുക്കാൻ തീരുമാനമായി. തമിഴ്നാടിന് വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി KS ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിന് വേണ്ടി അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി KP വിശ്വനാഥൻ നായരുമാണ് കരാർ ഒപ്പുവെച്ചത്. എന്നാൽ ഒരു ജനതയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, 1886-ലെ പാട്ടക്കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിക്കൊണ്ടായിരുന്നു ഈ പുതുക്കൽ. അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതോൽപാദനം നടത്താൻ പുതിയ കരാർ തമിഴ്നാടിന് അനുമതി നൽകി. 1886-ലെ കരാറിൽ പാട്ടത്തുക ഏക്കറിന് 5 രൂപയായിരുന്നത് പുതുക്കിയ കരാറിൽ ഏക്കറിന് 30 രൂപയാക്കി ഉയർത്തി. കൂടാതെ 30 വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തു. വൈദ്യുത ഉൽപ്പാദന ആവശ്യത്തിനായി കുമളി വില്ലേജിൽ 42.17 ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിന് നൽകാൻ പുതിയ കരാറിൽ അനുവദിച്ചു. വൈദ്യുതോൽപാദനത്തിന് 350 ദശലക്ഷം യൂണിറ്റ് വരെ 1 കിലോവാട്ട് ഇയറിന് 12 രൂപ നിരക്കിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ വൈദ്യുതിയുടെ അളവ് 350 ദശലക്ഷത്തിൽ കൂടിയാൽ 18 രൂപ വെച്ച് നൽകണമെന്നാണ് കരാർ. ഇതാണ് കേരളവും തമിഴ്നാടും തമ്മിൽ നിലവിലുള്ള കരാർ.
എന്നാൽ കാലം ചെല്ലുന്തോറും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. കേരളത്തിലെ ജനങ്ങളും ഭരണകൂടവും ആശങ്കയിലാണ്. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ ആശങ്ക വനരോധനമായി മാറിയിട്ട് കാലം കുറയായി. എന്തുകൊണ്ടാണ് കേരളം മുല്ലപ്പെരിയാർ ഡാമിനെ ഭയക്കുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കേരളത്തിലെ 4 ജില്ലകളെ ഒഴുക്കിക്കളയും എന്ന് നാം ഭയക്കുന്നു. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളെയാകും ഈ ദുരന്തം ബാധിക്കുക. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ ഇടുക്കി അണക്കെട്ടിൻ്റെ വരെ തകർച്ചയ്ക്ക് കാരണമായേക്കാം. മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും മണ്ണും ചെളിയും അടക്കം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും. ഏതാണ്ട് 45 മിനിറ്റിൽ ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുന്ന വെള്ളവും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവശിഷ്ടങ്ങളും ചേർന്ന് ഇടുക്കിയെയും തകർക്കുമത്രേ. ഇടുക്കി അണക്കെട്ട് തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ 11 അണക്കെട്ടുകളും തകരും. ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഒഴുകിയെത്തുക. വെള്ളം ഒഴുകി വരുന്ന വഴികളെല്ലാം ഇടിച്ചു നിരത്തപ്പെടും. ആയിരങ്ങളുടെ ജീവൻ പൊലിയും. നാം കെട്ടിപ്പൊക്കിയതൊക്കെയും പ്രളയജലം കടലിലേക്ക് ഒഴുക്കും. മധ്യ തിരുവിതാംകൂർ ശ്മശാന ഭൂമിയായി മാറും. ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം. പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. എന്നാൽ ജനലക്ഷങ്ങളെ ജലസമാധിയിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള മുല്ലപ്പെരിയാറിനെ ബലപ്പെടുത്താനോ പുതുക്കിപ്പണിയാനോ തീരുമാനമെടുക്കാൻ ഇനിയും ഇന്ത്യൻ സർക്കാരിനും 2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും മുല്ലപ്പെരിയാർ സുരക്ഷിതമായി നിലനിൽക്കണേ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഇപ്പോൾ മലയാളികൾക്ക് കഴിയൂ.